തക്ഷക വംശത്തിലെ നാഗങ്ങളെ, ചതി ചതി. ചതി ചതിയാണ് നിങ്ങൾ എന്നോട് കാട്ടിയത്. നിങ്ങളുടെ കാളകൂട വിഷം വ്യർത്ഥമാവുകയായിരുന്നു. ഭൂതനെ, ഞങ്ങളുടെ വിഷത്തെക്കാൾ കഠിനമായി ഈ ലോകത്ത് മറ്റൊരു വിഷമില്ല. ഏത് വിഷത്തെ കുറിച്ചാണ് നീ പറയുന്നത്? ആ വിഷമേറ്റ് ഒരു ബാലകൻ പോലും മരിച്ചില്ല. ആ വിഷത്തിന് ആരെയും ഇല്ലാതാക്കാൻ സാധിക്കില്ല. അല്പം പോലും പ്രഭാവം അവരിൽ ഉണ്ടായില്ല. അത് അസംഭവ്യമാണ്. ഞങ്ങളുടെ കാളകൂട വിഷത്തെ നീ വെറുതെ സംശയിക്കരുത്. ഞങ്ങളുടെ കാളകൂട വിഷത്തിൽ നിന്ന് രക്ഷകന്മാർക്കോ മനുഷ്യർക്കോ അസുരന്മാർക്കോ രക്ഷപ്പെടാൻ സാധിക്കില്ല. എങ്കിൽ വരൂ, എന്റെ മുന്നിൽ അത് തെളിയിക്കൂ. നിങ്ങളുടെ വിഷത്തിന്റെ ശക്തി തെളിയിക്കൂ. എനിക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ വിഷത്തിനാണോ ശക്തി ഇല്ലാത്തത്, അതോ ആ കണ്ണനാണോ അസാധാരണത്വമുള്ളത്? വരൂ, എന്നെ ദംശിക്കൂ. തക്ഷക വംശത്തിലെ നാഗങ്ങളെ, നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരൂ. എന്നിട്ട് നിങ്ങളുടെ വിഷത്തിന്റെ ശക്തി തെളിയിക്കൂ. ദംശിക്കൂ, എന്നെ ദംശിക്കൂ. വരൂ. ഈ ഭൂതനെ നിർജീവമാക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും കഠിനമായ വിഷത്തിന് മാത്രമേ സാധിക്കൂ. എങ്കിൽ പിന്നെ ഈ കാളകൂട വിഷത്തിൽ നിന്ന് ആ കണ്ണൻ എങ്ങനെ രക്ഷപ്പെട്ടു? എന്തായാലും ഒരു രഹസ്യം തീർച്ചയായും ഇതിന്റെ പിന്നിലുണ്ടാകും. ആ രഹസ്യം എനിക്ക് കണ്ടെത്തിയാൽ മതിയാകും. എന്താ നന്ദറാണി, കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുകയായിരുന്നു. ഗോകുലവാസികളിൽ നിന്നും പാൽ ശേഖരിക്കുന്നതിനായി ചാട്ടവാറിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. അത് മാത്രമല്ല, ആരെയും ഭീഷണിപ്പെടുത്തേണ്ടിയും വരുന്നില്ല. എന്താ, ഗോകുലത്തിൽ പാലിന്റെ നദി ഒഴുകുന്നുണ്ടോ? പ്രജകൾ മോഷ്ടാക്കളല്ല സേനാപതി, നിസ്സഹായരാണ്. ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്. താങ്കളുടെ കംസഭഗവാനും നിസ്സഹായനാണ്. അതുകൊണ്ടാണ് ഈ ബ്രിജദേശത്തിന്റെ മുഴുവൻ പാലും വെണ്ണയും അദ്ദേഹത്തിന് തികയാതെ വരുന്നത്. പക്ഷെ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, ഈ ഗോകുലത്തിന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ ക്ഷാമം സമാപ്തമാകുന്നതാണ്. മധുര, ക്ഷാമം, ഗോകുലം. അപ്പോൾ നന്ദറാണി എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്? രോഹിണി ജ്യേഷ്ഠത്തി, എങ്ങോട്ടെങ്കിലും പോവുകയാണോ? അതെ യശോദേ, അക്രൂരർ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. എന്നെ അദ്ദേഹത്തിന് അടിയന്തരമായി കാണണമെന്ന്. ജ്യേഷ്ഠത്തി, കംസന്റെ സൈനികർ ഇപ്പോഴും ഗോകുലത്തിൽ കറങ്ങുന്നുണ്ട്. ജ്യേഷ്ഠത്തെ ശ്രദ്ധിച്ച് യാത്രയാകണം. ഞാൻ ഉടൻ വരാം. മാതാവ് തയ്യാറാക്കുന്ന ലഡു എല്ലായ്പ്പോഴും വളരെ സ്വാദിഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ ലഡു അതിലും സ്വാദേറിയതാണ്. കണ്ണാ, നീയും ഭക്ഷിച്ചു നോക്ക്. വേണ്ട ജ്യേഷ്ഠ, മാതാവ് പറയാറുണ്ട് സംതൃപ്തിയാണ് ആനന്ദമെന്ന്. കണ്ണാ, നിനക്ക് സംതൃപ്തിയോ? നിനക്ക് ഈ സംതൃപ്തിയെ കുറിച്ച് അറിയുക പോലും ഇല്ലായിരുന്നല്ലോ. ജ്യേഷ്ഠന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് അല്പം ബുദ്ധിയൊക്കെ എനിക്കും ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കാര്യം. നിന്റെ ജ്യേഷ്ഠൻ ഒരു ബുദ്ധിമാനാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതെ ജ്യേഷ്ഠ, ഇന്നലെ ഒരു പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് പായസം ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മിത്രങ്ങൾ ആരും എന്നോട് പിണങ്ങില്ലായിരുന്നല്ലോ. പക്ഷേ എന്റെ മിത്രങ്ങളുടെ ആനന്ദത്തിന് വേണ്ടിയായിരുന്നില്ലേ ഞാൻ പായസം ഭക്ഷിച്ചത്? മിത്രങ്ങളുടെ ആനന്ദത്തിന് വേണ്ടിയോ? അതെ ജ്യേഷ്ഠ, മാതാവിന് ആനന്ദമുണ്ടാകുന്നത് മാതാവ് എപ്പോഴും എനിക്ക് നൽകുന്ന വെണ്ണ മുഴുവൻ ഞാൻ ഭക്ഷിക്കുമ്പോഴാണ്. കണ്ണാ, ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം.
നിന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് നീ എല്ലാം ചെയ്യുന്നത്. നോക്ക്, ഞാൻ നിന്നേക്കാൾ മുതിർന്ന ആളാണ്, ബുദ്ധിമാനും ആണ്. ഇനി നിനക്ക് തെറ്റുകൾ ചെയ്യണമെന്ന ആഗ്രഹമില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും നിന്നെ ഈ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. നാരായണ നാരായണ. പ്രഭു, ത്രേതായുഗത്തിൽ ലക്ഷ്മണന്റെ രൂപത്തിൽ അനന്തശേഷൻ ശ്രീരാമചന്ദ്രനിൽ നിന്നും ജ്ഞാനം നേടിയിരുന്നു. ഇന്ന് അതേ ജ്ഞാനത്തെ അദ്ദേഹം ബലരാമന്റെ രൂപത്തിൽ നന്ദപുത്രന് നൽകുകയാണ്. അനന്തശേഷ, ഒരു ജ്യേഷ്ഠന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണല്ലോ അങ്ങ്. നാരായണ നാരായണ. ശരി ജ്യേഷ്ഠ, ഇനി ഞാൻ എല്ലാ കാര്യവും ജ്യേഷ്ഠനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ. ഇനി ജ്യേഷ്ഠൻ പറയൂ, എന്നോട് കോപിഷ്ഠരായിരിക്കുന്ന എന്റെ മിത്രങ്ങളെ എങ്ങനെ സമാധാനപ്പെടുത്തും? കണ്ണാ, പിതാവ് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ആരെങ്കിലും അനുനയിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം അവരുമായി ഒരു സന്ധി സംഭാഷണം നടത്തണമെന്നാണ്. സന്ധി സംഭാഷണമോ? ജ്യേഷ്ഠനൊരു ബുദ്ധിമാൻ തന്നെ. ജ്യേഷ്ഠ, എന്റെ മിത്രങ്ങളുടെ സമീപം സന്ധി സംഭാഷണത്തിനായി ആരാണ് പോവുക? കണ്ണാ, സന്ധി സംഭാഷണം നടത്താൻ എനിക്ക് പോകാൻ സാധിക്കില്ല. ഞാൻ നിന്റെയും നിന്റെ മിത്രങ്ങളുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ജ്യേഷ്ഠൻ ബുദ്ധിമാനല്ലേ? ജ്യേഷ്ഠൻ തന്നെയാണ് സന്ധി സംഭാഷണത്തിന് പോകേണ്ടത്. അഥവാ ഞാൻ സന്ധി സംഭാഷണത്തിന് പോയിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എനിക്ക് ഈ ലഡുവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. ജ്യേഷ്ഠൻ ആഗ്രഹിക്കുന്നുണ്ടോ ജ്യേഷ്ഠന്റെ കുഞ്ഞനുജൻ വിശന്നിരിക്കണമെന്ന്? ഈ കണ്ണനാള് കൊള്ളാം. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നതേ ഇല്ല. ഞാനാണോ ഇവന്റെ ജ്യേഷ്ഠൻ, അതോ ഇവനാണോ എന്റെ ജ്യേഷ്ഠൻ? ജ്യേഷ്ഠൻ എന്താണ് ആലോചിക്കുന്നത്? ഇനി ജ്യേഷ്ഠൻ അവിടെ പോകാൻ ആഗ്രഹമില്ലെങ്കിൽ എനിക്കൊരു ദുഃഖവുമില്ല. നിൽക്കൂ കണ്ണ, ഞാനല്ലേ മുതിർന്നവൻ. സന്ധി സംഭാഷണത്തിന് ഞാൻ തന്നെ പോകുന്നതാണ്. വരൂ ജ്യേഷ്ഠ, ശുഭകാര്യങ്ങളൊന്നും അധികം വൈകിക്കാൻ പാടില്ല. കണ്ണാ, ബലരാമ, രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? മാതാവേ, ജ്യേഷ്ഠൻ എന്റെ മിത്രങ്ങളുമായി സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി പോവുകയാണ്. മഹാറാണി, ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. രാജവൈദ്യൻ പറയുന്നത് റാണിയുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു സാധ്യതയുമില്ലെന്നാണ്. ഏത് ക്ഷണത്തിലും റാണിയുടെ ജീവൻ... ഇല്ല ക്രൂരരെ, ദേവകിക്കൊന്നും സംഭവിക്കില്ല. ഒരു മാതാവിന്റെ സ്നേഹത്തെ ലോകത്ത് ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. മൃത്യുവിന് പോലും അധർമ്മിയായ കംസനോട് തന്റെ സന്തതികളുടെ മൃത്യുവിന് പ്രതികാരം ചോദിക്കാനായി ദേവകി ജീവിച്ചിരിക്കുക തന്നെ വേണം. അക്രൂരരെ, എത്രയും പെട്ടെന്ന് വസുദേവ മഹാരാജനെയും ദേവകിയെയും കംസന്റെ കാരാഗ്രഹത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കേണ്ടതുണ്ട്. അക്രൂരരെ, മധുരയിൽ എത്തിച്ചേരുന്ന ഈ രഹസ്യ തുരങ്കം നിർമ്മിക്കാൻ എത്ര നാൾ വേണ്ടിവരും? മഹാറാണി, ഇത്രയും വർഷത്തെ കഠിന പരിശ്രമം കൊണ്ട് നമ്മുടെ ആളുകൾ ഈ രഹസ്യ തുരങ്കത്തെ കംസന്റെ കൊട്ടാരം വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കൊട്ടാരത്തിൽ നിന്നും കാരാഗ്രഹം വരെ പോകുന്ന രഹസ്യപാത നമുക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴാണോ ആ രഹസ്യപാത കിട്ടുന്നത്, അപ്പോൾ തുരങ്ക നിർമ്മാണം പൂർത്തിയാകുന്നതാണ്. അക്രൂരരെ, വേഗം പൂർത്തിയാക്കാൻ പറയൂ. നമ്മുടെ പക്കൽ ഇനി അധിക സമയമില്ല. മഹാരാജാവിനോട് പറയണം. ഈ ആപത്ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇല്ലാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ വസുദേവ മഹാരാജനും ദേവകിക്കും ഒരനർത്ഥവും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ശരി മഹാറാണി. രോഹിണി, വസുദേവന്റെ ആദ്യത്തെ പത്നി, പിന്നെ അക്രൂരൻ. കംസ ഭഗവാനെതിരെ ഇത്രയും വലിയൊരു ഗൂഢാലോചനയോ? അപ്പോൾ നീ ജീവിച്ചിരിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല അല്ലേ? എന്റെ
ദൃഷ്ടികൾക്ക് മുന്നിലാണ് ഗൂഢാലോചന നടന്നത്. പക്ഷെ എനിക്കൊരു സൂചന പോലും ലഭിച്ചില്ല. ഈ സമയം വരെ എനിക്ക് സന്ദേഹമുണ്ടായിരുന്നു അന്നത്തെ ആ രാത്രി ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ബാലകനാണ് ജനിച്ചതെന്ന്. പക്ഷെ ഇപ്പോൾ അത് വ്യക്തമായിരിക്കുകയാണ്. ദേവകി ഒരു ബാലകന് തന്നെയാണ് ജന്മം നൽകിയത്. ആ ബാലകൻ വേറെ ആരുമല്ല, നന്ദന്റെ ഗൃഹത്തിൽ വളരുന്ന ആ കണ്ണൻ തന്നെയാണ്. ഇതേ കണ്ണനെ കുറിച്ചാണ് ഒരിക്കൽ അശരീരിയിൽ പ്രതിപാദിച്ചത്. കംസ മഹാരാജൻ, ഭഗവാൻ കംസൻ എന്നല്ലേ താങ്കൾ സ്വയം വിളിച്ചുകൊണ്ടിരിക്കുന്നത്? പൂതനയുടെ ശക്തിയിൽ താങ്കൾ സന്ദേഹം പ്രകടിപ്പിച്ചിരുന്നതല്ലേ? പക്ഷേ ഇന്ന് അതേ പൂതന തന്നെ ദേവകിയുടെ പുത്രൻ കൃഷ്ണനെ കണ്ടെത്തിയിരിക്കുകയാണ്. അവൻ ഭഗവാൻ കംസന്റെ അന്തകനാണ്. കംസ ഭഗവാനെ, മധുരയിലെ ഏത് രാജസഭയിൽ വെച്ചാണോ താങ്കൾ എനിക്ക് മരണശിക്ഷ നൽകി അപമാനിക്കാൻ മുതിർന്നത്, അതേ സഭയിലേക്ക് ഞാൻ കണ്ണന്റെ മൃതശരീരവുമായി വരുന്നതായിരിക്കും. എന്നിട്ട് ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, ഭഗവാൻ കംസന്റെ മരണദൂതന്റെ ഹത്യ ഈ പൂതന നിർവഹിച്ചുവെന്ന്. എന്നിട്ട് അതിനുശേഷം ഭഗവാൻ കംസൻ ജീവിതകാലം മുഴുവൻ എന്നോട് കൃതജ്ഞതയുള്ളവനായിരിക്കും. കൃഷ്ണ, പൂതനയോട് നീ നിരവധി തവണ ഒളിച്ചുകളി നടത്തി കഴിഞ്ഞു. ഇനി ഞാൻ വരികയാണ് നിന്റെ എല്ലാ ലീലകൾക്കും വിരാമമിടുന്നതിനായി. നാരായണ നാരായണ. കണ്ണുകൾ തുറന്നാലും യോഗനിദ്ര അവസാനിപ്പിച്ചാലും പ്രഭു, പൃഥ്വിയിൽ വലിയ അനർത്ഥം സംഭവിച്ചിരിക്കുകയാണ് പ്രഭു. ദേവർഷി, ജ്ഞാനികൾ എപ്പോഴും പ്രസന്നവദരായിരിക്കും. പക്ഷേ ജ്ഞാനിയായ അങ്ങയുടെ മുഖത്ത് ഈ വൈഷമ്യം എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഉത്കണ്ഠയെ വർദ്ധിപ്പിക്കരുത് പ്രഭു. അപ്പോൾ താങ്കൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? പക്ഷെ പൂതനയ്ക്കാകട്ടെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ദേവി, പൂതനയ്ക്ക് എന്താണോ അജ്ഞാതമായത് അത് സത്യം തന്നെയാണ്. സത്യമാണ് എക്കാലവും നിലനിൽക്കുന്നത്. അതിനെ അധിക നേരം മറച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ സത്യം അതിൻ്റെതായ രൂപത്തിൽ പൂതനയ്ക്ക് സമക്ഷം വെളിവായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ചിന്തിക്കാൻ എന്താണ് ദേവി? പ്രഭു, ചിന്ത സത്യത്തെക്കുറിച്ചല്ല, സമയത്തെക്കുറിച്ചാണ്. ആ സത്യം ഈ ലോകത്ത് വേറെ ആർക്കും തന്നെ അറിയില്ല. ആ സത്യം പൂതന മനസ്സിലാക്കേണ്ട ഉചിതമായ സമയം ഇതല്ല പ്രഭു. ദേവർഷി, താങ്കളെപ്പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും എപ്പോഴും മനസ്സിൽ തോന്നുന്നത് വിധി കൽപ്പിതമായത് സംഭവിക്കുന്നതിന് ഇത് ഉചിതമായ സമയമല്ലെന്നാണ്. പക്ഷേ ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങളും മുൻ നിശ്ചയപ്രകാരം തന്നെ ഉചിതമായ സമയത്ത് ഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ഭാവിയിലെ വിപത്തുകളിൽ ഭയഭീതരായി ഉചിതമായതിനെ അനുചിതമായി സങ്കല്പിച്ച് അപരാധം പ്രവർത്തിക്കുന്നു. ഒടുവിൽ അവർ തന്നെ സ്വയം ജീവിതത്തിൽ വിപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നു. അതുകൊണ്ട് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് പരിപൂർണ വിശ്വാസത്തോടെ തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലാണ്. കാരണം കർമ്മങ്ങളിലൂടെ അവൻ അവന്റെ വിപത്തുകളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. പക്ഷേ പ്രഭു, ഈ വിപത്ത് കാണുന്നില്ലേ? ലോകത്തിന് സർവനാശം വിതയ്ക്കാൻ പൂതന തയ്യാറാകുകയാണ്. അതേ പ്രഭു, പൂതന കംസന്റെ വിശ്വാസപാത്രമാണ്. അതുകൊണ്ട് ആ സത്യം പൂതന അറിഞ്ഞതുകൊണ്ട് അതാദ്യം കംസനെ തന്നെ അറിയിക്കുന്നതാണ്. ദേവർഷി, പൂതന കംസന്റെ വിശ്വാസപാത്രം ആയിരുന്നു. പക്ഷേ കംസൻ പൂതനയിൽ സന്ദേഹം പ്രകടിപ്പിച്ച് അവളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തി. ഇനി പൂതന ആ സത്യത്തെ അടിസ്ഥാനമാക്കി ഒരു കളവ് രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് സംഭവിക്കും, പൂർവ കൽപ്പിതമായത്. അപ്പോൾ ഇവിടെയാണ് കംസ ഭഗവാനെതിരെ ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചന കാരണമാണ് കംസ ഭഗവാൻ എന്റെ ശക്തിയിൽ, ഈ പൂതനയുടെ ശക്തിയിൽ സന്ദേഹമുണ്ടായത്. രോഹിണി ജ്യേഷ്ഠത്തി, കണ്ടില്ലേ
ഈ താഴിന് എന്ത് സംഭവിച്ചോന്നറിയില്ല. തുറക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഭഗവാനെ, ഈ താഴിന് എന്ത് സംഭവിച്ചു? ഇപ്പൊ കണ്ണനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും തുറക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും അന്ന് രാത്രി കാരാഗ്രഹത്തിലെ വാതിൽ തുറന്നത്. നന്ദറാണി, ഗോക്കൾക്ക് വേണ്ടി ഔഷധ ഗുണമുള്ള പച്ചിലകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാമോദര, താങ്കൾ പച്ചിലകൾക്കാണോ പോയത് അതോ സ്നാനത്തിന് വേണ്ടിയോ? നന്ദറാണി, ഞാൻ പച്ചിലകൾക്ക് വേണ്ടിയാണ് പോയത്. പക്ഷെ ഇത് യമുന നദിയുടെ മറുകരയിലായിരുന്നു. യമുന രൗദ്രഭാവത്തിൽ ഒഴുകുകയായിരുന്നു. അപ്പോൾ പച്ചിലകൾ എങ്ങനെ കൊണ്ടുവരും? പക്ഷേ പച്ചിലകളില്ലാതെ മടങ്ങി വരുന്നത് ഈ ദാമോദരൻ ജീവിച്ചിരിക്കുമ്പോ സംഭവിക്കൂ. അതുകൊണ്ട് പച്ചിലകൾ അന്വേഷിച്ചു നടന്ന് സ്നാനവും നടന്നു. എന്ന് ശരി, ആ പച്ചിലകൾ ഗോശാലയിൽ വച്ചേക്കും. എന്നിട്ട് താങ്കളുടെ ഈറൻ വസ്ത്രങ്ങൾ മാറിക്കോളൂ. പോയിക്കോളൂ. ശരി നന്ദറാണി. യമുന ആ രാത്രിയിലും രൗദ്രയായിരുന്നു. ഗോപാലകന്മാർക്ക് മാത്രമേ രൗദ്രയായ യമുനെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്ത് സംഭവിച്ചു മാതാവേ? വല്യമ്മേ, ഇനി എപ്പോൾ പായസം തയ്യാറാക്കിയാലും എന്നെ തീർച്ചയായും വിളിക്കണം. എന്റെ സന്ദേഹം സത്യമായിരുന്നു. ഇതൊരു സാധാരണ ബാലകനല്ല. ഇവൻ വാസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനാണ്. അശരീരിയിൽ ഇവനെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. കണ്ണ നോക്കൂ, എത്ര നേരമായി ഞാനിത് തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇത് തുറക്കാൻ സാധിക്കുന്നില്ല. ശരി മാതാവേ, ഞാനിത് തുറന്നു തരാം. അല്ല, എന്റെ പുത്രൻ എത്ര ബുദ്ധിമാനാണ്. ജനിച്ച സമയത്ത് നീ എന്നിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിന്നെ വധിക്കാനാണ് പൂതന ഇവിടെ എത്തിയിട്ടുള്ളത്. വല്യമ്മേ, വല്യമ്മ പിടിക്കപ്പെട്ടു. വല്യമ്മയെ കുറിച്ചുള്ള സത്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഏത് സത്യം? നീ എന്താണ് പറയുന്നത് കണ്ണ? വല്യമ്മേ, എന്താണെന്ന് വെച്ചാൽ വല്യമ്മ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. മാതാവ് യശോദയെക്കാളും അധികം, പിന്നെ ജ്യേഷ്ഠനെക്കാളും അധികം. അങ്ങനെയല്ലേ വല്യമ്മേ? അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ മാതാവിന്റെ വെണ്ണയൊന്നും ഭക്ഷിക്കില്ല. ഞാൻ വല്യമ്മയുടെ ലഡുവാണ് ഭക്ഷിക്കുന്നത്. ലഡുവോ? പക്ഷേ എനിക്ക് ലഡു തയ്യാറാക്കാൻ... വല്യമ്മ ഇന്ന് എന്തായാലും എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്കിപ്പോൾ പറഞ്ഞു തരണം ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. എനിക്ക് പറഞ്ഞു തരില്ലേ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്? തീർച്ചയായും കണ്ണ. നിന്നെ വധിക്കുവാനുള്ള ഇത്രയും നല്ലൊരവസരം പൂതന എങ്ങനെ ഉപേക്ഷിക്കാനാണ്? ശരി കണ്ണ, തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. എന്നാൽ പോകാം വല്യമ്മേ. നമുക്ക് സ്വാദിഷ്ടമായ ലഡു തയ്യാറാക്കാം. അത് ഭക്ഷിക്കുമ്പോൾ ജ്യേഷ്ഠൻ ഫലവാനായി മാറുന്നതാണ്. കണ്ണ, ഈ പാചകശാലയിൽ എന്താ ചെയ്യുന്നത്? വെണ്ണയാണെങ്കിൽ മാതാവിന്റെ പക്കൽ നിന്നേ ലഭിക്കുകയുള്ളൂ. ഞാൻ ലഡു തയ്യാറാക്കുകയാണ് അമ്മാവ. എല്ലാം എനിക്ക് വേണ്ടി മാത്രം. ലഡുവോ? കണ്ണനോ? കണ്ണൻ ഇപ്പോൾ വെണ്ണ ഉപേക്ഷിച്ച് ലഡു ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ? വല്യമ്മേ, നല്ല സുഗന്ധം വരുന്നുണ്ട്. ലഡു അപ്പോൾ സ്വാദിഷ്ടമായിരിക്കും. ലഡു സ്വാദിഷ്ടമായിരിക്കുമോ എന്നറിയില്ല. പക്ഷെ നിന്റെ മൃത്യു തീർച്ചയായും സംഭവിച്ചിരിക്കും.
ഇന്ന് അശരീരി സത്യമല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കംസഭഗവാനെ വധിക്കേണ്ടവൻ ഇപ്പോൾ സ്വയം മരിച്ചു കഴിഞ്ഞു. ഇന്നൊരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. പൂതനയ്ക്ക് ഒന്നും തന്നെ അസംഭവ്യമല്ലെന്ന്.